നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പൈനാവിനടുത്തുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് തിരിയുന്ന വഴിയുടെ മുന്നിലാണ്. ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ പോകാൻ പോകുന്നത് ഇടുക്കിയിലെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റായ മൈക്രോവേവ് വ്യൂ പോയിൻ്റ് കാണുവാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ഏകലവ്യ മോഡൽ സ്കൂളിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇനി ഈ സ്കൂളിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ വേണം നമുക്ക് പോകാൻ. ആരും സംശയിക്കേണ്ട, ഒറ്റ വഴി തന്നെയുള്ളൂ. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകാം. ഇതുവഴി വരുന്ന ബൈക്ക് യാത്രക്കാരൊക്കെ ഒന്ന് സൂക്ഷിച്ചു വരിക. വഴി അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞുള്ളതാണ്. അങ്ങനെ നമ്മൾ മൈക്രോവേവ് വ്യൂ പോയിൻറ്റിൻ്റെ പ്രവേശന കവാടത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഫോറസ്റ്റിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഏകദേശം 1 മാസത്തിനുള്ളിൽ ടിക്കറ്റ് വെച്ച് ഇവിടേക്കുള്ള പ്രവേശനം അനുവദിക്കുമെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. വേറെ ആരുമല്ല, ഈ പണിയുന്ന ചേട്ടന്മാരാണ് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടം വരെ വന്നത്. ഇവിടേക്കുള്ള പ്രവേശനം ഒരു 3 വർഷം മുൻപ് തന്നെ വനം വകുപ്പ് നിരോധിച്ചതാണ്. എല്ലാവരും അധികം ധൃതിയൊന്നും കാണിക്കാതെ 1 മാസം കൂടി ക്ഷമയോടെ കാത്തിരുന്നാൽ എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് തന്നെ ധൈര്യമായി നിങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാം. ഞങ്ങളിവിടെ വന്ന് അനുവാദമൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ആരും സംശയിക്കൊന്നും വേണ്ട. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം ഈ ടവറാണ്. ഈ ടവർ ഇന്നോ ഇന്നലെയോ ഒന്നും ഉണ്ടായതല്ല. ഏകദേശം ഒരു 1970കളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടവറാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഇപ്പോഴത്തെ ടവറിൻ്റെ സംവിധാനമൊന്നുമല്ല ഇതിലുപയോഗിച്ചിരിക്കുന്നത്. ഇടുക്കിയിലെ കേന്ദ്രീയ വിദ്യാലയവും ഇടുക്കി ഡാമിലെ വെള്ളവുമൊക്കെയാണ് കേട്ടോ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യൂ പോയിൻറ്റിലേക്ക് ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമെങ്കിലും നമ്മൾ നടക്കേണ്ടതുണ്ട്. ഒരു രക്ഷയുമില്ലാത്ത കാറ്റാണ് ഇവിടെ വീശുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കാറ്റിൻ്റെ ശക്തി എന്താണ്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നതിൻ്റെ എതിർവശം കാണുന്നത് കുളമാവ് വനമാണ്. ഈ വഴിയുടെ സൈഡിലേക്കൊക്കെ അല്പം മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. ഇത്രയും മനോഹരമായ സ്ഥലം ഒരു കാരണവശാലും അടച്ചിടാതെ എത്രയും പെട്ടെന്ന് സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടുക്കിയിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന 15 ലിസ്റ്റിനുള്ളിൽ കാണും ഈ മൈക്രോവേവ് വ്യൂ പോയിൻ്റ്. അപ്പോൾ അങ്ങ് ദൂരെ എറണാകുളത്തുനിന്നും മറ്റുമൊക്കെ ഗൂഗിൾ നോക്കി ഈ സ്ഥലം കാണാൻ വരുന്ന ആളുകൾ ഇവിടെ വരുമ്പോൾ ഇത് കാണാൻ പറ്റാതെ തിരിച്ചു പോകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരാണെങ്കിലും ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയത് വളരെ മോശമായിപ്പോയി. അങ്ങനെ ഏകദേശം 1 കിലോമീറ്ററോളമുള്ള നമ്മളുടെ നടത്തം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഈ പാറയുടെ മുകളിൽ കയറി നിന്നാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത്. ഇവിടെ വീശിയടിക്കുന്ന ഈ കാറ്റിൻ്റെ സൗണ്ടാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഒരു വിധത്തിലാണ് ഞാൻ ഈ പാറപ്പുറത്ത് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ചുറ്റുപാടും നോക്കുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിലും ഇതിൻ്റെ ഒരു വശം അഗാധമായ കൊക്കയാണ്. അതുപോലെ ഇവിടെ വീശുന്ന കാറ്റിൻ്റെ ശക്തി കാരണം ഈ പാറയിൽ നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദയവായി കുട്ടികളുമായി വരുന്നവർ കുട്ടികളെ ഈ പാറപ്പുറത്ത് കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ നിൽക്കുന്ന പാറയുടെ പിന്നിൽ ഒരു വലിയ പാറയുണ്ട്. ആ പാറയുടെ മുകളിലേക്ക് ആർക്കും പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങകലെ അടിമാലിയിലെ മലനിരകളും കരിമ്പൻ ടൗണും വാഴത്തോപ്പ് ടൗണും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഒരു വിമാനത്തിലിരുന്ന് താഴേക്ക് നോക്കുന്ന പോലെയാണ് നമുക്കിവിടുത്തെ ഓരോ കാഴ്ചകളും. ഇത് വാഴത്തോപ്പ് സ്കൂളാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ വാഴത്തോപ്പ് പള്ളിയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ കാഴ്ച കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടുത്തെ കാറ്റിൻ്റെ ശക്തി എത്രത്തോളം ഭീകരമാണെന്ന്. ചുറ്റും വളരെ അപകടം നിറഞ്ഞ സ്ഥലങ്ങളും വളരെ വലിയ കൊക്കകളുമായതിനാൽ ഇവിടം വരെ നമുക്ക് പ്രവേശനമുള്ളൂ. ഇതിനപ്പുറത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ്. അപ്പോൾ നമുക്ക് അതിമനോഹരമായ ഈ സ്ഥലത്തെ മനോഹരമായ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം.